ധനവിനിയോഗ ബിൽ അംഗീകരിക്കപ്പെടാത്തതിനെ തുടർന്ന് അമേരിക്കൻ ഭരണകൂടം അഥവാ വൈറ്റ് ഹൗസ് അടച്ചുപൂട്ടിയിട്ട് രണ്ടാം ദിവസമാണിത്. പൂർണ്ണ ഭരണസ്തംഭനത്തിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം അല്ലെങ്കിൽ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന ലോക പോലീസിൻ്റെ ഭരണ സംവിധാനം അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ ആയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ തമാശയാണ്. മറ്റു രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ലോക വാർത്തകൾ ശ്രദ്ധിക്കുന്നവരുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു തമാശ, ഏറ്റവും വലിയൊരു പരിഹാസ കഥാപാത്രമായി അമേരിക്ക മാറി എന്നുള്ളതാണ് ഈ പുതിയ സാഹചര്യം. കാരണം എല്ലാ ലോക രാജ്യങ്ങൾക്കെതിരെയും വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് അവരുടെയൊക്കെ കുത്തിനു പിടിച്ച് നികുതി ഈടാക്കിയ ട്രംപിന് സ്വന്തം നാട്ടിൽ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. ഇപ്പോൾ അമേരിക്കയിൽ കടുത്ത നടപടികളിലേക്ക്, അതായത് മുഖം രക്ഷിക്കാൻ, മാനം രക്ഷിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് ട്രംപ് കടക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ വൈറ്റ് ഹൗസിലെ ഹെഡ് ഓഫ് ഓഫീസ്, അതായത് നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുമല്ലോ, അതേപോലെയുള്ള സ്ഥാനം വഹിക്കുന്ന ഹെഡ് ഓഫ് ഓഫീസായ റോസ് വാണ്ട് അദ്ദേഹത്തോട് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉടനെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എവിടെയൊക്കെ ചെലവ് ചുരുക്കാം, ഏതൊക്കെ ധനവിനിയോഗം തൽക്കാലം വേണ്ടെന്ന് വെക്കാം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് നിലപാടെടുക്കുകയാണ്, നിരവധി പേരെ, സർക്കാർ ജീവനക്കാരെ ഒന്നും നോക്കാതെ അങ്ങ് പിരിച്ചുവിടേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ അല്ല, പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദികളെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു തന്ത്രവും ട്രംപ് പയറ്റുന്നുണ്ട്. കാരണം ഈ അമേരിക്കയിലെ ഉള്ള സ്റ്റേറ്റുകളുണ്ടല്ലോ, വിവിധ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതെല്ലാം ചില സ്റ്റേറ്റുകളൊക്കെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റുകൾക്കുള്ള പദ്ധതി വിഹിതം അത് തടഞ്ഞു വയ്ക്കാൻ അല്ലെങ്കിൽ അതെല്ലാം മരവിപ്പിക്കാനായിട്ടുള്ള നടപടികളിലേക്കും ട്രംപ് ഭരണകൂടം കടക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു തന്ത്രം ആണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ ഭരണസ്തംഭനം, അടച്ചുപൂട്ടൽ വൈറ്റ് ഹൗസിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പല ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയിട്ടുള്ള പദ്ധതി വിഹിതം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ വെട്ടിക്കുറക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പല ആവശ്യങ്ങൾക്കും, അതായത് ബൈഡൻ പ്രഥമ പരിഗണന നൽകേണ്ടതില്ല എന്ന് കരുതിയ മറ്റു പല ഘടകങ്ങൾക്കും ട്രംപ് പണം വിനിയോഗിക്കുകയും ചെയ്തു. ഉദാഹരണമായി പറഞ്ഞാൽ മെക്സിക്കോ അതിർത്തി മതിൽ പണിയിൽ, അതേപോലെ കുടിയേറ്റക്കാരെ നാടുകടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കാൻ തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുക. അതോടൊപ്പം തന്നെ ആതുര സേവന മേഖലയിൽ, അതായത് ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ കിട്ടുമല്ലോ, സമാനമായി ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അമേരിക്കയിലുണ്ട്. അത് കുടിയേറ്റക്കാർക്ക് അല്ലെങ്കിൽ അത് അമേരിക്കക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തണം എന്നുള്ളതൊക്കെയാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ നിലപാട്. അപ്പോൾ ഈ കാര്യത്തിലുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർത്തത്. അമേരിക്കയെ സംബന്ധിച്ച് ഒക്ടോബർ 1 പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുക. അതായത് അതിനു മുൻപ് ഉള്ള ദിവസം രാത്രി 12 മണിക്ക് മുൻപ് ധനവിനിയോഗ ബിൽ പാസ്സായില്ലെങ്കിൽ സ്വാഭാവികമായും സർക്കാരിന് അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ ഒരു വോട്ടെടുപ്പ് നടക്കും, സെനറ്റിൽ ഒരു വോട്ടെടുപ്പ് നടക്കും. 60-40 എന്ന അനുപാതത്തിൽ ഈ ബിൽ പാസ്സായാൽ മാത്രമേ സർക്കാരിന് ഭരണവുമായിട്ട് ഇത്തരം ബില്ലുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ വോട്ടെടുപ്പിൽ 55-45 എന്ന അനുപാതത്തിലാണ് വോട്ട് നടന്നത്. അവിടെ വലിയ രീതിയിലുള്ളൊരു അട്ടിമറി, തിരിച്ചടി ഭരണപക്ഷമായ റിപ്പബ്ലിക്കനുകൾ ഉണ്ടായി. ഇനി ഏത് രീതിയിലാണ് അവർ ഈ പ്രതിസന്ധി മറികടക്കാം എന്നുള്ളതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ: പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകളെ ഈ ബിൽ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ അതീവ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏറിയാൽ 2 ആഴ്ച അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പരമാവധി ഒരു 7 ആഴ്ച വരെ ഈ പ്രതിസന്ധി തുടരും, എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷ അംഗങ്ങളെ നിർബന്ധിക്കാനായിട്ട് പല സാഹചര്യങ്ങളും വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ട്രംപിൻ്റെ ടീം അംഗങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതായത് ഈ വോട്ടെടുപ്പിൽ 44 പ്രതിപക്ഷത്തെ 44 ഡെമോക്രാറ്റുകളാണ് വോട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെ റിപ്പബ്ലിക്കനിലെ ഒരു വിമതൻ, അദ്ദേഹത്തിൻ്റെ പേര് റാൻഡ് പോൾ എന്നാണ്, അദ്ദേഹവും
പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഡെമോക്രാറ്റിലെ 2 പേരും ഡെമോക്രാറ്റുകളെ അനുകൂലിക്കുന്ന ഒരു സഖ്യകക്ഷി നേതാവും ഭരണപക്ഷത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ 55-45 എന്ന അനുപാതത്തിലാണ് നിലവിൽ വോട്ട് നടന്നത്. ഇനി ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത 5 പേരെ, അതായത് എതിർത്ത് വോട്ട് ചെയ്ത 45 പേരിൽ 5 പേരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻസിന് മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ നടപടി. അത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ്. കാരണം ഈ സർക്കാർ ജീവനക്കാർ വലിയ തോതിൽ അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു. പിന്നെ അതായത് അവശ്യ സർവീസ് അല്ലാത്ത മേഖലയിലുള്ള പലരുടെയും തൊഴിലില്ലാതാകുന്നു. അപ്പോൾ ഇവരൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായി ഇതിനൊക്കെ ഉത്തരവാദികൾ ഡെമോക്രാറ്റുകളാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാകും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബോധം ഭരണകൂടം സൃഷ്ടിക്കും. അപ്പോൾ ആ ഒരു സമ്മർദ്ദം താങ്ങാനാവാതെ ഇവർ ഈ ബില്ലിനെ അനുകൂലിച്ച് രംഗത്ത് വരേണ്ടി വരും എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻസ് പാർട്ടി കണക്കുകൂട്ടുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാർ, സർക്കാർ സേവനങ്ങൾ കിട്ടാതെ അവിടുത്തെ ജനങ്ങൾ, അമേരിക്കയിലെ പൊതുജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹൗസിലോട്ടൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് ഏതെങ്കിലും വിവരത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ അവർ ഈ ഓഫീസ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശമാണ് ഫോൺ മുഖേന AI നിയന്ത്രിത വോയിസ് കമാൻഡ് വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർ വലിയ രീതിയിൽ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ട്രംപ് ഭരണകൂടം വലിയൊരു നാണക്കേടിൻ്റെ മധ്യ സ്ഥാനത്ത് നിൽക്കുകയാണെന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതായത് അമേരിക്കയെ വീണ്ടും മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ട്രംപിന് വലിയൊരു നാണക്കേടാണ് ഈ അടച്ചുപൂട്ടൽ കൊണ്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ അടച്ചുപൂട്ടൽ ഒരു പുതുമയുള്ള സംഗതിയൊന്നുമല്ല. 81 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഏതാണ്ട് 16 തവണയോ മറ്റോ ഈ സമാനമായ നടപടി ഉണ്ടായിട്ടുണ്ട്. റൊണാൾഡ് റീഗൻ്റെ കാലത്ത് അടച്ചുപൂട്ടിയിട്ടുണ്ട്, ബരാക്ക് ഒബാമയുടെ കാലത്ത് അടച്ചുപൂട്ടിയിട്ടുണ്ട്, ബിൽ ക്ലിൻ്റൻ്റെ കാലത്ത് അടച്ചുപൂട്ടിയിട്ടുണ്ട്. 1ാം ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ 3 തവണ ഇത്തരത്തിൽ അടച്ചിട്ടിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൽ 35 ദിവസം വരെ ഈ അടച്ചുപൂട്ടൽ നീണ്ടിട്ടുണ്ട്. അതിന് കാരണം ഈ കോവിഡ് പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത് സവിശേഷ സാമ്പത്തിക സാഹചര്യം കൂടി ഉണ്ടായിരുന്നപ്പോഴാണ്. ആ ഒരു പാരമ്പര്യം ട്രംപ് 2ാം തവണയും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ട്രംപിൻ്റെ കടുംപിടുത്തം ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ കൊണ്ട് എത്തിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലങ്ങൾ ഓഹരി സൂചികയിലും പ്രകടമാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു അനിശ്ചിതത്വം അമേരിക്കൻ ഓഹരി വിപണിയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ട്രംപ് സ്വീകരിച്ച പല നടപടികളും അമേരിക്കൻ കമ്പനികളെ ഏകപക്ഷീയമായി സഹായിക്കുന്നതായതുകൊണ്ട് അമേരിക്കൻ ഓഹരി വിപണിയിൽ ഓഹരികളുടെ വിലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മറ്റ് വിപണികളിലെല്ലാം തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്, വലിയ ചാഞ്ചാട്ടം ആ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഡോളറിൻ്റെ കാര്യത്തിൽ വിലയിടിവ് അനുഭവപ്പെടുന്നു. സ്വർണം വീണ്ടും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏതായാലും വലിയ രീതിയിലുള്ളൊരു നാണക്കേടിൽ അല്ലെങ്കിൽ ഭരണ പ്രതിസന്ധിയിൽ ട്രംപ് എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് എത്രയും വേഗം ഈ ഒരു ഊരാക്കുടുക്ക് അഴിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.